ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ്. നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടൻ 4ാമത് വിവാഹിതനായത്. അമ്മാവന്റെ മകളായ കോകിലയായിരുന്നു വധു. ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത്. അടുത്തിടെയാണ് ബാല കോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പാചകം, വീട്ടുവിശേഷങ്ങൾ, ആഘോഷങ്ങളുടെ വീഡിയോകളെല്ലാമാണ് രണ്ടാളും പങ്കുവയ്ക്കുന്നത്. പാചകമേറെ താല്പര്യമുള്ള ആളാണ് കോകില. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളാണ് ബാല. ഇരുവരുടെയും പൊങ്കൽ വീഡിയോ വൈറലായിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടെ ഇരുവരും തമിഴ്നാട് സ്റ്റൈലിലുള്ള റെസിപ്പികൾ മലയാളികളായ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട്. കോകിലയെ വിവാഹം ചെയ്ത ശേഷം താൻ വ്യക്തിപരമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതിൽ നിന്നും ഇടവേളയെടുത്തു എന്ന് പറഞ്ഞുവെങ്കിലും ബാലയുടെ ആ പ്രഖ്യാപനം അധികനാൾ നീണ്ടില്ല. എപ്പോഴും ബാലയും കോകിലയും വീഡിയോയുമായി എത്താറുണ്ട്. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ബാല ഭാര്യയ്ക്കൊരു പുതിയ അടുക്കള തന്നെ നിർമ്മിച്ചു നൽകി. ഇപ്പോൾ ഇവിടെ നിന്നുമാണ് ബാലയുടെയും കോകിലയുടെയും വ്ലോഗിംഗ്. കോകിലയാണ് പ്രധാന ഷെഫെങ്കിലും ബാല കൂടെ കൂടാറുണ്ട്. വെജും നോൺ വെജുമായി നിരവധി വിഭവങ്ങൾ തയ്യാർ ചെയ്യാൻ കോകിലയ്ക്ക് സാധിക്കും. കോകിലയുടെ കൈപുണ്യമാണ് ബാലയെ കോകിലയിലേക്ക് അടുപ്പിച്ചതും. ഇക്കഴിഞ്ഞ ദിവസവും നടൻ ബാല ഒരു സ്പെഷ്യൽ ഐറ്റവുമായി കോകിലയുടെ കൂടെ വന്നു. അടുക്കള മാത്രമല്ല, വീട്ടുമുറ്റത്തെ കാഴ്ചകളും ബാലയുടെ വ്ലോഗിൽ സ്ഥിരമായി കാണാൻ സാധിക്കും. കായലിനോട് ചേർന്നാണ് ബാലയുടെയും കോകിലയുടെയും വീട് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കിടെ വീടിന് മുൻപിലത്തെ കായലോരത്ത് ഊളിയിട്ടിറങ്ങാനും നീന്തി തുടിക്കാനും ബാല താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ബാലയുടെ വീട്ടുമുറ്റത്ത് ഒരു മാവ് വളർന്നു നിൽപ്പുണ്ട്. മാവിന്റെ മുകളിൽ കയറാൻ ആരോഗ്യം അനുവദിച്ചില്ല എങ്കിലും ബാല മുകളിൽ കയറാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കായ്ച്ചു നിൽക്കുന്ന മാങ്ങ മുകളിൽ കയറിയ ആൾ നിലത്തേക്ക് പറിച്ചിട്ടതും ബാല അത് ഉന്നം തെറ്റാതെ ഭംഗിയായി ക്യാച്ച് ചെയ്തു. ഈ ക്യാച്ച് ചെയ്താൽ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തും എന്ന ബാലയുടെ കമന്റ് കേട്ടതും കോകിലയുടെ മുഖത്ത് വിടർന്ന സന്തോഷവും വീഡിയോയിൽ കാണാം. ഒരുപാട് പേർ നല്ല നല്ല കമന്റുകൾ പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷമായി സ്ട്രെസ് ഇല്ലാത്ത ലൈഫ് ആയിരിക്കണമെന്നും പറയാറുണ്ട്. പക്ഷേ ആർക്കാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത്? എല്ലാവർക്കും പ്രശ്നങ്ങൾ, ടെൻഷനുമുണ്ട്. 3-4 ദിവസം മുൻപ് നല്ല ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. ചില ലോസ് സംഭവിച്ചു. പക്ഷെ എന്തായിരുന്നു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയേറെ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ നല്ല ഭക്ഷണവും സ്നേഹവും ലഭിച്ചാൽ ഈ ലോകത്തുള്ള ഒരു പ്രശ്നവും വലുതായി തോന്നുകയില്ല. പ്രശ്നങ്ങൾ കല്ല് പോലെയാണ്. അടുത്ത് വെച്ചാൽ വലിയ കല്ലായി തോന്നും, ദൂരെ വെച്ചാൽ ഒരു പ്രശ്നമായി തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കണം. കോകില തന്നെ വിളമ്പിത്തരാൻ വാശി പിടിക്കുന്നതിന് ഒരു കാരണമുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കടമയ്ക്ക് വേണ്ടി അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കൊടുക്കുകയാണെങ്കിൽ ആയുസ് കൂടുമത്രേ. ശേഷം എന്റെ ആയുസ് കൂട്ടുമെന്ന് കോകിലയോട് ബാല പറയുന്നതും ഉറപ്പായും മാമ എന്ന് കോകില മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു.